നടക്കുക. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ കേട്ടോ. അല്ല, ഈ ആംബിയൻസേ, ഇതുപോലെ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യല്ലേ. കുറെ നാളായല്ലേ ഇവിടെ. ഇവരൊക്കെ ജനിച്ചു വളർന്ന തന്നെ ഇതുപോലെ ഒരു അറ്റ്മോസ്ഫിയറിലാ. ഇവിടെയാ? അല്ല, ആസാമില്. ദേവനവിടെ എയർഫോഴ്സിലായിരുന്നു. അപ്പൊ മാഡം? ഞാനിവിടെ അസിസ്റ്റന്റ് പ്രൊഫസറാ. അതുകൊണ്ടാണ് വീട് വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്ഥലം തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അതെന്താണെങ്കിലും ഞങ്ങളുടെ ഭാഗ്യം. അതുകൊണ്ട് ഇത്ര നല്ലൊരു ലൊക്കേഷൻ കിട്ടിയല്ലോ. പിന്നെ ഈ സിനിമയുടെ കഥയൊക്കെ ഇല്ലേ, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യണേ? അത് റൈറ്ററും ഡയറക്ടറും കൂടെ കൂടി തീരുമാനിക്കുന്ന. ഓ അതെ, എന്റെ കയ്യിലൊരു കഥയുണ്ട്. നിങ്ങളുടെ ഡയറക്ടറെ അടുത്തൊന്ന് സംസാരിച്ചു നോക്ക്. സാറ് പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി സാറിന്റെ പോക്കം കൂടാണെന്ന്. സാറേ, കഥ എല്ലാവർക്കും ഉണ്ടാവും. സാറിനും എനിക്കും മാഡത്തിനും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ സിനിമയാക്കാൻ ആപ്റ്റ് ആവണമെന്നില്ല. ഓ, ഇതൊരുപാട് ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു ചട്ടക്കൂടിനകത്ത് അടക്കി വെച്ചിരിക്കുന്ന ഒരു ഏർപ്പാടാണിത്. സിനിമ കാണുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷെ ഒരു നല്ല തിരക്കഥ ഉണ്ടാക്കാൻ എത്ര നാളത്തെ കഷ്ടപ്പാടാണെന്നറിയോ? സാറേ, ഞങ്ങളിത് ഒരുപാട് കേൾക്കാറുണ്ട്. എൻ്റെ കയ്യിലൊരു അടിപൊളി കഥയുണ്ട്, കൊണ്ടുപോയി സിനിമയാക്കിക്കോ, എനിക്കൊന്നും തരണ്ട, നിങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ടോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷെ സാറിൻ്റെ കാര്യത്തിൽ അതല്ല. സാറിൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കുമല്ലോ സാർ ഇപ്പോൾ പറയണത്. സാർ ആ കഥ ഈ പറഞ്ഞ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു നല്ല തിരക്കഥയാണ്. ചിലപ്പോൾ മേജർ രവി സാറിന്റെ കീർത്തിയേക്കർ പോലെ ഒരു സൂപ്പർ ഹിറ്റ് ആവൂല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ നല്ല സമയമെടുത്ത് ചെയ്യേണ്ട പണിയാ. ദേവന്റെ ഡ്യൂട്ടിക്കിടയിൽ അതൊക്കെ നടന്നു തന്നെ. അങ്ങനെയൊന്നുമല്ല, അത് നമുക്ക് നോക്കാം. അതെ, സാറിനോട് ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നു. ഒന്ന് വരൂ, ഒരു മിനിറ്റ് മാഡം, ഒരു മിനിറ്റ് മോളെ, ഒരു മിനിറ്റ്. ഞാനതേ പോയോ? ഇവിടെ ഉണ്ടോ സാർ? അതെ, നിങ്ങളുടെ ഈ മിലിറ്ററി കോട്ടയല്ലേ, അത് മാസാവസാനം വീട്ടിലെത്തിച്ച് തരുവാണോ അല്ല നമ്മളവിടെ പോയി അതിങ്ങനെ? യു മീൻ മിലിറ്ററി കോട്ട? യെസ്, ഐ ആം ഓൾസോ മീൻ. അതെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരുപാട് ഈ ലിമിറ്റേഷൻസിലും ഇങ്ങോട്ട് നോക്കിയേ ഭയങ്കര ചട്ടക്കൂടിൽ നിന്നിട്ടുള്ള വേറൊരു ഏർപ്പാടത്. മനസ്സിലായ? ആവശ്യമില്ലാത്തോടത്തോന്ന് ചട്ടക്കൂടും ഉണ്ടാക്കി കിട്ടേണ്ട സാധനവും ഇല്ല ഉണ്ടാക്കി കളഞ്ഞിട്ട് ചുമ്മാ. ഇന്ന് FB ഇൻസ്റ്റയിലൊക്കെ നമ്മൾ പൊളിക്കും. അതെ. ഹായ്. സൗമ്യ, ഇതെന്താടി ഈ വേഷത്തില്? അതെ, മഞ്ജു ചേച്ചി കൂടുതലും ഇപ്പൊ സ്കേർട്ടാ ഉപയോഗിക്കുന്നത്. അതോടെ ഞാനും സ്കേർട്ടാക്കി. പറയുന്ന പോലെ മഞ്ജു ചേച്ചി എവിടെ? മഞ്ജു ചേച്ചി വന്നിട്ടില്ല, ഗസ്റ്റ് റോൾ അല്ലേ, വൈകുമായിരിക്കും. സഞ്ജയ് സിനിമയിൽ കാണുന്ന അതുപോലെ തന്നെ ഡെലഡി. ഒരുപാട് ഒലിപ്പിച്ച് ചളവാക്കല്ലേ, ഞങ്ങള് മസിൽ പിടിച്ച് നിക്കണ പോലെ നിന്നോണം. ഗൗരി ചേച്ചി എത്ര ഹിറ്റ് സിനിമയിലെ നായികയാ നിൽക്കുന്നത്. എന്നാലേ നമുക്കൊരു സെൽഫി അടിച്ചാലോ? വേണ്ടടി, ജസ്റ്റ് ഫോർ എ ചിൽ. നമുക്ക് നാണോ മാനോ മര്യാദ ഇല്ലടി. ഇല്ല. ഇല്ലേ? ഇല്ലെന്നേ. എന്നാ വാ കളറാക്കാം. സോറി ഡി. ഇവിടെ ചെറിയൊരു പാച്ച് എന്നിട്ടാ ചെയ്യാം. ഓക്കെ അല്ലേ? ഹെയർ ഒന്ന് നോക്കി. സാറേ, 2 ഫാൻസ് വരുന്നുണ്ട്. സാർ, ഞാൻ സാറിന്റെ ഒരു കട്ട ഫാനാണ്. ഞാൻ സാറിന്റെ എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട്. താങ്ക് യു. എന്താ പേര്? പ്രിയ. ഇവിടെ ഞാൻ സൗമ്യ. ഞാൻ ഗൗരി മാമിന്റെ കഴിഞ്ഞ പടം കണ്ടിരുന്നു, താഴ്വാരത്തിലെ പക്ഷികൾ. ദാറ്റ് വാസ് നൈസ്. മാമിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മാമിന്റെ ആക്ടിങ് സ്റ്റൈൽ, ഡാൻസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. താങ്ക് യു. ഇരിക്കി. താങ്ക് യു. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ DFT ചെയ്യുന്നു. DFT. ഞാൻ PG കഴിഞ്ഞപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാ സബ്ജക്ട്? സ്പേസ് സയൻസ്. ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ ഒരുമിച്ച് ഇത് ഫസ്റ്റ് മൂവിയാണല്ലേ? ഞങ്ങൾ പെയറായിട്ട് ഫസ്റ്റ് മൂവിയാണ്. മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച്. നൈസ് കോംബോ ആണ് കേട്ടോ. എന്നാലേ നമുക്കൊരു സെൽഫി എടുത്താലോ? അതിന് ഒരു ഓപ്പർ എടുത്ത് ടോപ്പ് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാച്ച് ആയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ആഹാ, ഇപ്പൊ രജിസ്റ്റർ ഓഫീസ് ആയല്ലോ. ഹാരി, നമ്മൾ ആക്ടിവിറ്റി സമയത്തെ ഗ്രൗണ്ട് കമ്മിറ്റ് ചെയ്യാതെ എടുക്കാം. മാക്സിമം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. സോഫി, നീ വേട്ടെ ആ രജിസ്ട്രാറായിട്ട് അഭിനയിക്കാൻ വന്ന ആൾ അവിടെ എവിടെയും കൊണ്ടു നോക്കി. ഹലോ, അയാൾ രജിസ്ട്രാറായിട്ട് അഭിനയിക്കാൻ വന്നല്ല, പുള്ളിക്കാരൻ ഒറിജിനൽ രജിസ്ട്രാറാ. ആണാ? ഞാൻ അറിഞ്ഞില്ലല്ലോ. മേഡം വീട്ടൊന്ന് വിളിക്കൂ. ഇപ്പൊ വേണ്ട, ഷോർട്ട് കഴിഞ്ഞിട്ട് മതി. യദു സെറ്റല്ലടാ?
ആ ഈ രജിസ്റ്റർ ഒന്ന് ഫില്ല് ചെയ്യണം. പക്ഷെ എന്താ എഴുതണ്ടേ? അത് നീ എന്തെങ്കിലും ഒന്ന് എഴുതറാ, നിനക്കറിഞ്ഞൂടെ? ബോബിജനോട് പറഞ്ഞാ പോരെ? എടാ അവൻ സോങ്ങിന്റെ സാധനങ്ങൾ മേടിക്കാൻ പോയിരിക്കുക. അതിന് എപ്പോഴാ അഡ്രസ് ഒന്നും രജിസ്റ്റർ ആവത്തില്ല, നീ എഴുതിക്കും. ഹാരി മാക്സിമം ടൈറ്റ് ചെയ്തോ. അമൗണ്ട് നോക്കിയോ? ഡാ ജിതിന്റെ ഒപ്പം നീ തന്നെ കിട്ടേക്കെ. എടാ കയ്യിലെ സാധനമൊക്കെ ഊരിട്ട് ഒപ്പിടട്ടാ. ആ ടേബിൾ കണ്ടിന്യൂറ്റി കറക്റ്റ് അല്ലേ? കറക്റ്റാ. അന്ന് അവിടെ ഷൂട്ട് ചെയ്ത എല്ലാ സാധനവും ഓക്കെയാണ്. അന്നത്തെ പോലെ തന്നെയാണ്. അവന്റെ കൈ മാത്രമല്ല വരും. ഷൂട്ട് എടുത്ത് കഴിഞ്ഞിട്ട് മാച്ച് ചെയ്ത് നോക്കാം. റെഡിയല്ലേ? യദു റെഡിയല്ലേ? സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സർ. ആക്ഷൻ. കറക്റ്റ്. ആ രജിസ്റ്റർ എവിടെ? അയാൾ അപ്പുറത്ത് ഉണ്ട്. ഷോട്ടിന്റെ സമയം അയാളെ കാണുമല്ലോ, പോയി വിളിച്ചിട്ടോ. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, നിനക്ക് ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചൂടെ? ഞാനല്ല നേരത്തെ നോക്കാൻ പറഞ്ഞത്. ചേട്ടാ ചേട്ടാ ചേട്ടന് ഇവിടെ നിന്ന് ടൈറ്റാനിക് കളിക്കണ. സോറി. ഇപ്പൊ വന്നാ ഡയലോഗ് കിട്ടും, അല്ലെങ്കിൽ വേറെ ആണുങ്ങൾ കയറി പറയും. അത് വേണ്ട, ഞാൻ വരാം. ആ വാ. സോഫി ആ ഗൗരി എന്ന് വിളിക്കേ. ആ മൃദുല, ഗൗരി എവിടെ? വാഷ്റൂമില്ല. എത്ര സമയം എടുക്കും? ഹാഫ് ആൻ അവർ. ആ ഓക്കെ. അതെ, ആർട്ടിസ്റ്റ് റെഡി ആയിട്ടില്ല. ലേറ്റ് ആവോ? ആ വാഷ്റൂമിൽ പോയേക്കണം, അരമണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ആരെല്ലാം കൈയുണ്ടോ? എല്ലാവരുടെയും കൈ അഭിനയിച്ചതാ. നോക്കാം. ആ ലക്ഷ്മി ഒരു ഹെൽപ്പ് ചെയ്യോ? ആ സൈൻ എന്നിട്ട് തരുമോ? ഗൗരിയുടെ കൈയുടെ ക്ലോസാ, തൻ്റെ മാച്ച് ആയിരിക്കും. സോറി. കമോൺ ലച്ചു, ആ കൈയെങ്കിലും ഒന്ന് അഭിനയിക്കട്ടെ. ചെല്ലു മോളെ, ഒരു ഹെൽപ്പിന് വേണ്ടിട്ടല്ലേ. ചെല്ല്. അങ്ങോട്ട് ചെന്ന് ഒരൊപ്പം അങ്ങോട്ട് ഇടും. ചെല്ലു ലച്ചു, ഇത്ര വാശി പാടില്ല കേട്ടോ. അല്ല പിന്നെ ലക്ഷ്മി ശരിക്കുള്ളപ്പോ വേണ്ടേട്ടാ. ദീർഘ സുമംഗലി ഭവ. ഇനി 3 സാക്ഷികൾ വേണം. ദേ ഒന്ന് ഞാനാവട്ടെ, ഒന്ന് ഞാൻ. പിന്നെന്താ പൊയ്ക്കോ. നന്ദിയുണ്ട്, കാശ് വല്ലതും കിട്ടുമെന്ന. ഒരു സാക്ഷി വരുന്നുണ്ടേ. നമസ്കാരം. ഇവിടെ ഇല്ലേ? മീ എൽനോയൻ മീനോൻ. അപ്പൊ ഓക്കെ, താങ്ക് യു. എടാ ദാസ ഇങ്ങോട്ട് വേടാ, വണ്ട് ഒപ്പിട്. ഞാനോ? പിന്നല്ലാതെ ചെല്ല്. നമ്മുടെ വീട്ടിൽ ശുഭകാര്യം നടക്കുമ്പോ നമ്മളല്ലാതെ പിന്നെ ആരോ ഒപ്പിടുന്ന? വാ ഇങ്ങോട്ട്. ചെല്ലേട്ടാ. ഇവിടെ സെക്കൻഡ്. ഓക്കെ. 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 ഇതിനൊക്കെ ഇത്ര മടി എന്തുവാ കേട്ടോ? അല്ല ഇനി ഒരാളും കൂടെ വേണം. നീ ചെല്ല്. ഞാനാ. അല്ല അങ്ങോട്ട് അല്ല. ഓൾ ദി ബെസ്റ്റ്. സഞ്ജു, അടുത്ത സീനൊന്ന് നോക്കാം. നോക്കാം. നമുക്കേ അടുത്ത സീനിൽ ജിതിന്റെ അച്ഛൻ വിളിച്ചിട്ട് പുകഞ്ഞ കൊള്ളി പുറത്ത്, എന്റെ വീട്ടിലും സ്വത്തിലും നിനക്ക് യാതൊരു അവകാശവുമില്ല എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോഴേ പാർവണ ഇതൊക്കെ വേണ്ടായിരുന്നു എന്ന് ജിതിന് ഇപ്പൊ തോന്നുന്നുണ്ടോന്ന് ചോദിക്കുന്നതുമാണ് സീൻ. ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഇതൊക്കെ വേണ്ടായിരുന്നു എന്ന് ജിതിന് ഇപ്പൊ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഓക്കെ. ആ അതിനുശേഷം ജിതിൻ പറയും, ഒരിക്കലുമില്ല പാർവണ, എനിക്ക് അച്ഛൻ്റെ ഒരു സ്വത്തും സമ്പാദ്യം വേണ്ട, സ്നേഹം മാത്രം മതി എന്ന് പറയുന്നു. ഇത്രയാണ് ഡയലോഗ്. എന്ത് നാടകമാണ് ഇത്? താൻ ആ റൈറ്ററെ വിളിച്ചൊന്ന് റിയലിസ്റ്റിക് ആക്കാൻ പറ. ആ ശരി. എന്ത് സീരിയലാ? പോസിറ്റീവായ മതിയായിരുന്നു. ഏതായാലും ഇന്നൊരു തീരുമാനം അറിയാൻ പറ്റും. ഇവരാ സബ്ജക്ട് പറയാൻ വന്നിട്ടില്ലേ? ആ അതെ. ഇമാരോട് ഇന്ന് ഇവിടെ വരാൻ പറഞ്ഞു. അതൊന്ന് ഫോട്ടോ വെച്ച് വന്നപ്പോൾ പറഞ്ഞില്ലേ ഇവിടെ വരാൻ. ഫോട്ടോ വെച്ച് വന്നാ
അതൊന്ന് തൊടുപുഴ വന്നപ്പോ പറഞ്ഞില്ലേ ഫോട്ടോ വെച്ച് വരെ. ഒരു കാര്യം ചെയ്യും അമ്മയുടെ താഴെ വെയിറ്റ് ചെയ്യാൻ പറ. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരുവിധ എല്ലാ സിനിമാ ലൊക്കേഷനും അമ്മമാര് കറങ്ങിയിട്ടുണ്ടെന്നാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അടുത്ത മാസം കൊടൈക്കനാലിലെ ലൊക്കേഷൻ വരാൻ പറയാം. അതാകുമ്പോ അമ്മമാർക്കൊരു കളറാവും. പറയട്ടെ, നിനക്കിനി സിനിമ ചെയ്യണമെന്നൊന്നും ഇല്ലേ? ഒരു നിർബന്ധമില്ല സാറേ. ഞാൻ നല്ല അന്തസ്സായിട്ട് റീൽസ് ചെയ്ത് ചെയ്യും. സാറിന്റെ ഭീഷണൊന്നും എൻ്റെ അടുത്ത് വേണ്ടാട്ടാ. ഉള്ളു കളിച്ചാലേ സാറിന്റെ പഴയ സിനിമയിലോ വളിപ്പൻ ഡയലോഗ് എടുത്തിട്ട് ഞാൻ ട്രോൾ ഉണ്ടാക്കും. 3 million ഫോളോവേഴ്സ്, അണ്ടർസ്റ്റാൻഡ്? നീങ്ങോട്ട് വന്നേ. പഴയ പോലെ അല്ല, പെട്ടെന്ന് സീരിയസ് ആണെന്ന് കേട്ടോ. അതെ, ഒരു ഫ്ലവർ വേസ് ഉണ്ടാവോ? ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ചെന്നേക്കാം. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് കുന്തം കൊണ്ടാ വന്നേക്കുന്നേ? ഇവിടെ ഫ്ലവർ വൈസ് ഒന്നുമില്ല. അതല്ല, ഇവിടെ എവിടെയോ ഒരു ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നല്ലോ. എന്നാ നീ പോയി എടുത്തു കൊടുക്കടി. ഇവൾക്കേ ഈ വീട് ഷൂട്ടിന് കൊടുത്തേക്കണത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെയാ. എന്തായാലും ഇനി കുറച്ചേരം കൂടി അല്ലേ ഉള്ളൂ. നീ ക്ഷമിച്ചേക്ക്. എന്നാ നമുക്ക് ഇറങ്ങാം. ശരി ആന്റി, ബൈ. ബൈ കൃഷ്ണ. ബൈ. അച്ഛാ വേണ്ട, ഇനി ആ വിളി വേണ്ട. നമുക്കിടയിൽ ഇനി അങ്ങനെ ഒരു ബന്ധവുമില്ല. പാർവണ സങ്കടപ്പെടുന്നു. എൻ്റെ വീട്ടിലേക്ക് ഇനി കാലെടുത്ത് കുത്തരുത്. എൻ്റെ വീട്ടിലും സ്വത്തിലും എനിക്ക് ഇനി യാതൊരു അവകാശവും ഇല്ല. താൻ തോന്നികൾക്ക് എന്തു ആകാം, പക്ഷേ എനിക്ക് ഇനിയും മക്കളുണ്ട്. അവരുടെ ഭാവി കൂടി നോക്കണം. ഇമോഷൻ. എൻ്റെ വീട്ടിലേക്ക് ഇനി കാലെടുത്ത് കുത്തരുത്. ഡയലോഗ്. ഇതൊന്നും വേണ്ടായിരുന്നെന്ന് ജിതിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അച്ഛനോട് ക്ഷമിക്കും. കട്ട് കട്ട് കട്ട്. സഞ്ജു, അതല്ലല്ലോ ഡയലോഗ്. 1 more. അത് മാറ്റാൻ ഞാൻ ശ്യാമിനോട് പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിലേ ആ ഡയലോഗ് വേറെ ഒന്ന് പിടിക്കാം. എന്തായാലും ഇത് വേണ്ട. അത് മതി, അത് കറക്റ്റാ. അടുത്ത് ഡയലോഗ് ഇട്ട് സോഫി, അടുത്തെന്താ? ആ പിന്നെ അടുത്ത സീനിൽ ഒരു പാസിംഗ് ഷോട്ട് ഉണ്ട്. നല്ല നാടൻ ലുക്കുള്ള ഒരാൾ വേണം. ഡയലോഗ് ഉണ്ട്. ഒരാളെ സെറ്റ് ചെയ്യണം കേട്ടോ. സെറ്റ് ചെയ്യാം. ഈ കാട്ടിൽ ഞാൻ ആരെ തപ്പാനാണ്? ചേട്ടാ ചേട്ടാ ചേട്ടാ, ഒരു മിനിറ്റ്. ഒന്ന് നിൽക്കണേ. ആണുങ്ങളെയും കൊണ്ട് തന്നെ പൊറുതി വിട്ടിരിക്കുക. അന്നേരം പെണ്ണുങ്ങളും കളിലായിട്ട്. കള്ള് വേണമെങ്കിൽ ഷാപ്പിൽ വരണം, അല്ലാതെ റോഡ് സൈഡിൽ കച്ചവടമൊന്നുമില്ല. അയ്യോ ചേട്ടാ, ഇതല്ല. ഞങ്ങളെ ആ വീട്ടിലെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് വന്നതാ. സിനിമ? തിലകനുണ്ടോ? ആ തിലകനും അടൂർ ബാസിയും ഫിലോമിനും എല്ലാവരും ഉണ്ട്. ആണോ? ആ, പക്ഷെ അവരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. അവരൊക്കെ പോയി? അവര് ദുബായിക്ക് ട്രിപ്പ് പോയേക്കാ. അടുത്ത മാസം തിരിച്ചു വരുമായിരിക്കും. ചേട്ടാ, ചേട്ടന് ഒരു 5 മിനിറ്റ് ഞങ്ങളൊന്ന് സഹായിക്കാമോ? ഞാനെങ്ങനെ? ചേട്ടനൊരു ചെറിയ സീനുണ്ട്, അതിലൊന്ന് അഭിനയിക്കണം. അഭിനയിക്കാനാ? ഞാനാ? ആ, അല്ല, ഞാൻ ഈ വേഷത്തിലൊക്കെ. അതിനെന്താ, ഇത് മതി. ഇതാണ് ഒറിജിനാലിറ്റി. അതെ. ചേട്ടന്തോ ആ വീട് നോക്കിട്ടെ, ആ ഇവിടെ പുതിയ താമസക്കാരൊക്കെ എത്തിയോ എന്ന് പറഞ്ഞ് ഇതിലെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയാൽ മാത്രം മതി. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഞാനൊന്നൊരു കാര്യം ചെയ്യാം. ഷാപ്പിൽ പോയി കള്ള് കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് അഭിനയിച്ചാലോ? അല്ല, ഇതൊരു 5 മിനിറ്റ് മതി. ചേട്ടൻ ഇത് ഉടനെ തന്നെ വിട്ടേക്കാ. അല്ല, എന്നാലും ഈ കള്ള് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ആണ്. ഓക്കെ ആണ്. വായോ, വാ. രക്ഷപ്പെട്ട്. ആ, ചെത്തുകാരനെ സിനിമയ്ക്ക് ആവശ്യമാണ്. പിന്നെ എന്നെ ഞാനാ. മോളെ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അടൂർവാസി മരിച്ച കാര്യം ഞാൻ അറിഞ്ഞ്. ഇല്ലെങ്കിലും ബിനോവിനെയും എല്ലാ ദിവസവും ഞാൻ TV കാണാറുണ്ട്. അതെ, ഇതിനകത്ത് വേറെ ആരൊക്കെ അഭിനയിക്കണേ? ഓ, ചേട്ടൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ. അല്ലെങ്കിലും പഴയ പോലെയല്ല. ഇപ്പോഴത്തെ പോസ്റ്ററിലൊക്കെ ഒരു മനുഷ്യനെ തിരിച്ചറിയില്ല. എന്നെ കൊണ്ട് പറ്റുമായിരിക്കും അല്ലേ? പിന്നെ ചേട്ടനെ കൊണ്ടേ പറ്റൂ. ഞാൻ അഭിനയിക്കൂട്ടോ. ഞാൻ കള്ളു കുടിച്ചിട്ട് കള്ളു കുടിക്കാത്ത പോലെ ഭാര്യയുടെ മുമ്പിൽ അഭിനയിക്കും. ചേട്ടനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പിന്നെ പാട്ട് പാടും. ആണോ? നല്ല മൂടാണെങ്കിൽ ഡാൻസും ചെയ്യും. ചേട്ടൻ തഗ്ഗാണല്ലേ? എന്താ ചേട്ടൻ തഗ്ഗെന്ന് വെച്ചാല്? ഇതൊന്ന് പിടിച്ചേ. അയ്യേ, അതെല്ലാരും പറയാറുണ്ട്. ഇതെന്താ?
ഇതേ ആ പനി കയറി ചെത്താൻ നേരത്ത് തീരാറില്ല. ആരെങ്കിലും 4 ആൾ കൂടുമ്പോൾ ഞങ്ങൾ ഇതിടും. ഒന്ന് ചെത്താലോ? തള്ളുവോ? ഇല്ല ചേട്ടാ, ഭയങ്കര വേണ്ട വേണ്ട വേണ്ട, ഞാൻ നല്ല മൂറ്റ് തള്ള. എനിക്ക് ഇത് ഇപ്പൊ തന്നെ തുടങ്ങുമോ അതോ? പിന്നെ ചേട്ടാ ഒരു മിനിറ്റ് നോക്കണം. ഡൂഡു ഒരു കസേര എടുത്ത് ചേട്ടനെ ഇവിടെ ഇരുന്നോ, ഞാൻ ഷോട്ട് റെഡി ആകുമ്പോ വിളിക്കാം. അല്ല, ഞാൻ ഈ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആളാണോ? ആര്? അല്ല, ഈ ഷോട്ട് എന്ന് പറഞ്ഞേ. അയ്യോ അതല്ല ചേട്ടാ, അത് ചേട്ടനിരിക്കും, ഞാൻ വിളിക്കാം. അതെ, പെട്ടെന്നാവണം കേട്ടോ. ഞാൻ ചെന്നില്ലേ ഈ രാജനും കുട്ടനൊക്കെ കൈവറിച്ചാവും. അതാ ആരാ? ഷാപ്പിലെ പറ്റുകാരാ. ശരി. കൊടുത്തി തുടരുതേ. എന്താ പേര്? രവി. എവിടെ സ്ഥലം? ഗുരുവായൂര സ്ഥലം, പക്ഷെ കാട്ടക്കടയിലെ താമസം. അത് ശരി. എല്ലാരും എന്നെ കാട്ടക്കട രവി എന്ന് വിളിക്കും. എൻ്റെ പേര് ഷൺമുഖൻ. ഷമ്മു എന്ന് വിളിക്കും. ഷാപ്പിൽ പലതും വിളിക്കും. നിനക്ക് വേണടാ? പതിവില്ലാത്തതാണ്, വേണമെങ്കിൽ 1-2 ഗ്ലാസ് തരാട്ടോ. ഓ, ഇപ്പൊ വേണ്ട ചേട്ടാ. നല്ല മോണം. ഇരിക്കും. എന്തായി കാര്യങ്ങളൊക്കെ? അമല ചായ. അത് പിന്നെ സാറ് പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. കഥ എങ്ങനെ മാറ്റിയാ നന്നായിരിക്കും ഞാൻ ഉദ്ദേശിച്ച കേട്ടോ. അപ്പം നമുക്ക് പ്രൊഡ്യൂസറായിട്ടിരിക്കാമല്ലോ. ഏകദേശം 2 വർഷമായി പുള്ളി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബ്രോ, അതെ, ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജേഷ് രവി ഒരു സ്ക്രിപ്റ്റുമായിട്ട് വന്നിരുന്നു. അപ്പോൾ പുള്ളിയുടെ കഥയും നമ്മുടെ കഥയും തമ്മിൽ ആകപ്പാടെ ഒരു സാമ്യമുണ്ട്. പ്ലോട്ടിൽ ആകപ്പാടെ ഒരു സിമിലാരിറ്റി. തിരക്കഥയിലുണ്ടോ? തിരക്കഥയിലില്ല. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നാലും എനിക്ക് ആ ക്യാരക്ടർ അങ്ങോട്ട് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്ന നായകൻ, വില്ലൻ, പോലീസ്, ഇതൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുള്ളതല്ലേ, പലതവണ തിരുത്തി എഴുതാൻ കൂടി ചെയ്തിട്ടുള്ള. അതെ അതെ, നിങ്ങളുടെ മോശം തിരക്കഥയാണെന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതാര് ചെയ്താലും ഈ സിനിമ നന്നായിരിക്കും. ഇതിനുവേണ്ടി നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഞാൻ ചെയ്താൽ നിൽക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ജയനെ ഒന്ന് ട്രൈ ചെയ്യേ. പുള്ളിയാകുമ്പോൾ ഈ ക്യാരക്ടറിന് ആപ്റ്റ് ആയിരിക്കും. ഞാൻ വിളിച്ചു പറയാം. ശരി. അവനാണെങ്കിൽ ഒരു ആക്ഷൻ മോഡ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ദേ, ഈ സ്ക്രിപ്റ്റ് നടന്നില്ലെന്ന് നിങ്ങൾ ഡെസ്പാകൊന്നും വേണ്ട കേട്ടോ. നിങ്ങളൊക്കെ നല്ല പൊട്ടൻഷ്യലുള്ള ആൾക്കാരാ. ഇനി എഴുതണം. നല്ലൊരു സ്ക്രിപ്റ്റുമായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണം എന്നെ വന്ന് കാണാം. ശരി. ശരി സാർ. ശരി. അമ്മനെ ചായ വന്നില്ല. ആ ജയ, ഞാനൊരു ടീമിനെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പോരടാ. ആ ഷൂട്ടിലാടാ. ശരി, കാണാം. ഓക്കെ. എന്നാലും പുള്ളി എത്ര സിമ്പിൾ ആണല്ലേ. എന്ത് സിമ്പിൾ? 2 കൊല്ലമായി നമ്മളിട്ട് നടത്തിക്കാൻ തുടങ്ങിയിട്ട്. എടാ, ഇങ്ങനെയൊക്കെ നടന്നിട്ട് തന്നെ പലരും സംവിധായകരായിട്ടുള്ളത്. അയാൾ പറഞ്ഞില്ല നമ്മുടെ സ്ക്രിപ്റ്റ് നല്ലതാണെന്ന്. അത് മാത്രമല്ല, പിന്നെ ജയൻ ചെയ്ത സിനിമ നന്നാവുമെന്നും പറഞ്ഞില്ലേ. ഇതെന്തോ എനിക്കങ്ങോട്ട് കണക്ട് ആണല്ലോ കേട്ടോ. എടാ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ സ്ക്രിപ്റ്റ് ആയിട്ട് വന്ന് ഇയാളെ തന്നെ കാണാമല്ലോ. കണ്ടാൽ മതി. ഒഴിക്കല്ലേ അത്? ഇത്ര ആക്രാന്തന മണിച്ചോന്റെ ചേട്ടാ, അത് കരിക്ക് സംഭാരാ. കരിക്ക് സംഭാരോ? ഇതോ ആണോ? പായം കാടി കുടിക്കണ പോലെ ഉണ്ട് കുടിക്കണേ. ദൈവമേ. ഓ, അപ്പൊ ഇതായിരുന്നു പരിപാടി. അല്ല പിന്നെ ചേട്ടാ. അല്ല പിന്നെ ചേട്ടല്ല, സംഭാരത്തിന് നല്ല ഇഞ്ചിനീര് കൂടിയിട്ടുണ്ട്. നല്ല ഇഞ്ചി ഉണ്ട്. ചേട്ടാ, അതെ, ഞാൻ നിക്കണോ അതോ? ആ ചേട്ടൻ നിക്കണം. പ്രധാനപ്പെട്ട ഒരു നടൻ വന്നിട്ടില്ല, അയാൾ വന്നാലും ചേട്ടൻ പാസിംഗ് ആവും. അപ്പൊ മേക്കപ്പ് ഒക്കെ? മേക്കപ്പാ? അതൊക്കെ എന്തിനാണ്? പൊന്നുംകുളത്തെ എന്തിനാണ് പൊട്ട്? ചേട്ടന് അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഷർട്ടൊന്നും ഒഴിവാക്കായിരുന്നു. അല്ല, ചെത്തുകാരന്റെ കഥാപാത്രമാണല്ലോ. ശരിയാ, പൊന്നും കൊടുത്തിന് എന്താ ഷർട്ടല്ലേ? ഹലോ ഷമ്മു,
ഹലോ ആ സുഗത ഇന്ന് നീ എന്നെ പ്രതീക്ഷിക്കണ്ട കേട്ടോ. എന്ത് അല്ല, കള്ളല്ലേ? അല്ലാതെ ലൂക്കോസ് സൂപ്പിയൊന്നുമല്ലോ. എന്നാ ചേച്ചി ഇല്ലെന്ന് എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റൂല. ഇവിടെ വരേണ്ട പ്രധാനപ്പെട്ട നടനാണെങ്കിൽ വന്നിട്ടില്ല. അതിന് പകരമാണ് ഞാൻ ചെയ്യണത്. ഏത് പകല് ബസ്സിലാ ഭഗത് സിംഗാ? എനിക്കങ്ങനെ അറിയാമല്ലോ. നീ ഫോൺ കട്ട് ചെയ്തേ. അല്ലെ വേണ്ട ഞാൻ ഫോൺ കട്ട് ചെയ്യാം. തീർത്തല്ലേ? നിരാജനും കൂട്ടിനൊക്കെ പൊടി കളിക്കി കൊടുക്കാം.